തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 19 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 17 വരെയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. നാം ആരുടെ വാക്കാണ് കേൾക്കേണ്ടത്? ആരുടെ പ്രേരണയ്ക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്? വളരെ ശ്രദ്ധാപൂർവം ഒരു തീരുമാനം എടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് വ്യാപരിക്കുക എന്നത് വിശ്വാസ ജീവിതത്തിൽ പരമപ്രധാനമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ജീവിതാനുഭവമാക്കി മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തു അനുഭവത്തിൻ്റെ സമ്പൂർണത കൊണ്ട് ആനുകാലിക ലോകത്തെ അനുഭവതലത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നിശ്ചയമായും ദൈവ വെളിപാട് പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ അളന്നല്ല വർഷിക്കുന്നത് എന്ന് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ദൈവം അളവില്ലാതെ വർഷിക്കും ആത്മാവിനെ. ദൈവത്തിൻ്റെ ആത്മാവ് ഉന്നതത്തിൻ്റെ ആത്മാവാണ്. ഉന്നതത്തിൽ നിന്ന് വരുന്ന ആത്മാവ് ഭൗമിക കാര്യങ്ങളെക്കുറിച്ചല്ല, ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുക. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഉന്നതത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സാമാന്യതയ്ക്കകത്ത് അനുഭവപ്പെടുത്തുക എന്ന ദൗത്യം നിറവേറ്റാൻ കഴിയണമെങ്കിൽ വെളിപാട് മുഖേന ഈ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റണം. സ്വാഭാവികമായി വായന കൊണ്ടോ അറിവ് കൊണ്ടോ പറഞ്ഞോ കേട്ടോ ഒക്കെ മനസ്സിലാക്കുന്ന ബോധ്യങ്ങളെക്കാൾ ഉപരിയായ ഒന്ന് ക്രിസ്തുവിനെ തിരിച്ചറിയാനായി നമുക്ക് ആവശ്യമുണ്ട്. അത് ആത്മാവിൻ്റെ പ്രേരണയാണ്. ഈ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് കാണുമ്പോൾ മാത്രമേ ക്രിസ്തു എപ്രകാരമാണ് പിതാവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്നും എങ്ങനെയാണ് രക്ഷ സാധ്യമാക്കിയതെന്നും തിരിച്ചറിയാൻ പറ്റൂ. ആ ഒരു തിരിച്ചറിവിൻ്റെ ഒരു പ്രകാശം ലഭിക്കുന്ന സമയം വരെ നമ്മുടെ വാക്കുകളിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഈ ദൈവിക അംശത്തിൻ്റെ പ്രവർത്തനം നടക്കുമെന്ന് പറയാൻ കഴിയില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ ഉന്നതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയും. ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നവനാണ്. അതുകൊണ്ട് ക്രിസ്തു പിതാവിൻ്റെ പക്കലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വെളിപ്പെടുത്തുക. ദൈവപിതാവിൻ്റെ സ്നേഹവും കാരുണ്യവും ദൈവപിതാവിൻ്റെ അളവില്ലാത്ത വാത്സല്യവുമൊക്കെയാണ് ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ദൈവം എത്രത്തോളം കാരുണ്യവാനാണ്, പാപം ക്ഷമിക്കുന്നവനാണ്, ദൈവം എത്രത്തോളം കരുതുന്നുണ്ട്, ദൈവിക ഇടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നവയെക്കുറിച്ചൊക്കെ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു പഠിപ്പിക്കുന്ന ഈ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ എപ്പോഴും ജീവിതത്തിൽ രക്ഷയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മോചനത്തെ സംബന്ധിച്ചോ ഒക്കെയുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിന്നുള്ള ഒരു കരകയറ്റത്തെക്കുറിച്ചല്ലാതെ അതിനപ്പുറത്ത് ദൈവം ഇടപെടുന്ന ഒരു ദൈവിക മേഖലയെക്കുറിച്ച് ചിന്തിക്കില്ല. ഭൗമിക സാഹചര്യങ്ങൾക്കകത്ത് നേട്ടമുണ്ടാക്കുന്ന, ഭൗമിക സാഹചര്യങ്ങളെ സുഖപരമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് രക്ഷ അനുഭവിക്കാൻ പറ്റുക, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അങ്ങനെ പ്രവേശിക്കാത്തവൻ, സ്വർഗം അവകാശമാക്കാത്തവൻ ഈ ഭൂമിയിലെ കഷ്ടതകൾക്കകത്ത് ഒടുങ്ങിപ്പോകുന്നു. അവനതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം അയച്ചവൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റും. രക്ഷയുടെ അനുഭവത്തിലേക്ക് വിശുദ്ധ പൗലോസ് പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രേരണയ്ക്ക് വിശുദ്ധ പൗലോസ് വിധേയപ്പെടുന്നുണ്ട്. ദൈവത്തിനെതിരായി ജീവിച്ച ഒരാളാണ് വിശുദ്ധ പൗലോസ്. ദൈവത്തിനെതിരായി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെതിരായി. അതേസമയം തന്നെ ദൈവിക നിയമങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുള്ള, പഠനമുള്ള, പഴയ നിയമത്തെ ഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് വിശുദ്ധ പൗലോസ്. ഗമാലിയലിൻ്റെ കീഴെ ഇരുന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചിട്ടുള്ളയാൾ, നിയമം പഠിച്ചിട്ടുള്ളയാൾ. അങ്ങനെ നിയമം പഠിച്ച വിശുദ്ധ പൗലോസ് മാനസാന്തരം ഉണ്ടായതിനു ശേഷം ആദ്യം പ്രസംഗിക്കുന്നു. പിന്നീട് ദമാസ്കസിൽ നിന്ന് അറേബ്യയിലേക്ക് പോകുന്നു. അങ്ങനെ അറേബ്യയിൽ വെച്ച് ദൈവിക വെളിപാടാണ് വിശുദ്ധ പൗലോസിനെ ക്രിസ്തുവിൻ്റെ രഹസ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ വെളിപാടിലൂടെ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയത്, ലോകത്തോട് മുഴുവൻ പ്രഘോഷിച്ചത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയില്ല, ഞാൻ നേരെ അപ്പോസ്തലന്മാരെ കാണാനല്ല പോയത്, എനിക്ക് കിട്ടിയ ഈ വെളിപാട് അനുസരിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവിക വെളിപാടാണ്. തന്നെ തൻ്റെ ജീവിതത്തിനകത്ത് ഇടപെടുന്നൊരു കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ കർത്താവിൻ്റെ നിഗൂഢമായ അർത്ഥതലങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഒറ്റയ്ക്ക് മരുഭൂമിയിലേക്ക് യാത്രയാകുന്ന, മരുഭൂമിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ദൈവിക വെളിപാടിനാൽ നിറയുന്നു. ആ വെളിപാടാണ്
ക്രിസ്തു രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കാനായി മിസ്റ്റർ പൗലോസിനെ ശക്തിപ്പെടുത്തുന്നത്, ജീവൻ അർപ്പിക്കാനായി ബലപ്പെടുത്തുന്നത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഹൃദയപരമായി ആത്മാവ് നൽകുന്ന ഒരു ബോധ്യം നമ്മെ അപ്രകാരം ബലപ്പെടുത്തുകയോ നയിക്കുകയോ ചെയ്യുന്നത് വരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാൻ കഴിയില്ല. പുസ്തകത്തിൽ വായിച്ച് കേട്ടതോ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അത് അതേപടി ഒരു അറിവായി നിലനിൽക്കുന്നുവെങ്കിൽ അത് ഒരു വിവരമായി നമുക്ക് നിലനിന്നേക്കാം, പക്ഷേ അനുഭവതലത്തിലേക്ക് വരില്ല. ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വരം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ഭൗമികമായ ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറിയാലും ക്രിസ്തു രഹസ്യങ്ങളുടെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ മനസ്സുണ്ടാവും. അവിടെ കഷ്ടത സഹിക്കുന്നതോ വേദന സഹിക്കുന്നതോ ഞെരുക്കം സഹിക്കുന്നതോ അപമാനമേൽക്കുന്നതോ കുറ്റപ്പെടുത്തപ്പെടുന്നതോ കൊലയ്ക്ക് വിധിക്കപ്പെടുന്നതോ പ്രധാന കാര്യമായി പിന്നെ പരിഗണിക്കാൻ സാധ്യമല്ല. ഈ രഹസ്യം തിരിച്ചറിയാൻ ക്രിസ്തു എങ്ങനെയാണ് ഭൂമിയിൽ വന്നത്, എന്തിനാണ് വന്നത്, അവൻ ഇന്ന് എവിടെയാണ്, ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. അങ്ങനെ വസിക്കുന്നവൻ സ്വയം അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ബലിയുടെ അർപ്പണത്തിൻ്റെ പരിപൂർണത നമ്മിലൂടെയും നിറവേറ്റുന്നുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിയാൻ, വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിയാൻ ഒരാൾക്കായാൽ നിശ്ചയമായും അയാളുടെ പ്രഘോഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും, അയാളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധം, ഈ ലോകത്തിനിണങ്ങും വിധം ക്രിസ്തുവിനെ അവതരിപ്പിക്കാനല്ല, ഭൗതിക സാഹചര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്തു രഹസ്യങ്ങളെ വെളിപ്പെടുത്താനാണ് ആത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് കഴിയേണ്ടത്. ഈ ജനന തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ മംഗളവാർത്ത കാലത്ത് നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊരു ക്രിസ്തു ബോധ്യത്തിലേക്ക്, അല്ലെങ്കിൽ അവനാണ് ജീവിതത്തിൻ്റെ പരമാർത്ഥമെന്ന ഒരു ബോധ്യത്തിലേക്ക്, അവനകമേ വസിക്കുന്നുവെന്ന ഒരു പൂർണ്ണമായ അനുഭവതലത്തിലേക്ക്, അങ്ങനെ വസിക്കുന്നവൻ ജീവൻ അർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു രഹസ്യങ്ങളാണ് നിറവേറുന്നത് എന്നൊരു പരമാർത്ഥബോധം നമുക്കുണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തി കൂടിയേ തീരും. ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് പോകുന്ന നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ, ഒരു ദൈവികമായ ഇടപെടൽ ഹൃദയതലത്തിൽ അനുഭവപ്പെടുത്തണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു ജനനം അങ്ങനെ സംഭവിക്കും, ക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈ നവീകരിക്കപ്പെടുന്ന ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുന്ന അനുഭവമില്ലെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം ഇരുളടഞ്ഞു പോകും. അപ്രകാരം ഇരുളടഞ്ഞു പോകുമ്പോഴാണ് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിലപിക്കുന്നവരായി, കാര്യസാധ്യത്തിനായി പടികൾ കയറുന്നവരായി നാം മാറിത്തീരുക. ചിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പ്രത്യേകമാം വിധം ദൈവകരങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ അർപ്പിക്കാം. ജീവാർപ്പണത്തിൻ്റെ വേദിയിൽ ക്രിസ്തു ഞാൻ തന്നെ എന്നും എന്നിൽ തന്നെ എന്നുള്ള ബോധ്യത്തോടെ സ്വയമർപ്പണത്തിൻ്റെ പരിപൂർണമായ വിധേയത്വത്തോടെ സ്വയം സമർപ്പിക്കാം. കുറവുകളും പോരായ്മകളുമുള്ള തിരിച്ചറിയാം. വ്യക്തി എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന പരിമിതികളെ ക്രിസ്തു എന്ന ബോധ്യത്തിൻ്റെ സത്യപൂർണതയിൽ മുഴുവനായി അർപ്പിച്ച് സായുജ്യം പ്രാപിക്കാൻ, അനുഭവതലത്തിലേക്ക് വരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആമേൻ.